धीमा करके लेके जा रहा तू मंडी के धीमा इधर आओ तो धीमा करके लेके जा रहा बहन ബീഫിന്റെ പേരിൽ രാജ്യത്ത് വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിത്യസംഭവമായി മാറുന്നു. ഹരിയാനയിൽ ബീഫ് കഴിച്ചെന്നാരോപിച്ച് മുസ്ലിം യുവാവിനെ ഗോരക്ഷാ ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം തല്ലിക്കൊന്നു. കഴിഞ്ഞ 27 ചർഗി ജില്ലയിലെ ഭണ്ഡാര ഗ്രാമത്തിലാണ് സംഭവം. പശ്ചിമ ബംഗാൾ സ്വദേശിയായ സാബിർ മാലിക്കിനെയാണ് കൊലപ്പെടുത്തിയത്. ആക്രിത്തൊഴിലാളിയായ സാബിറിനെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കാനുണ്ടെന്ന വ്യാജേനെ ഒരു കടയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സാബിറിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും മർദ്ദനമേറ്റു. സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത 2 പേരടക്കം 7 ഗോരക്ഷാ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. വിഷയത്തിൽ BJP സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഹരിയാനയിൽ ഗോരക്ഷാ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളും ആക്രമണങ്ങളും വ്യാപകമായിട്ടുണ്ടെന്നും എന്തുകൊണ്ടാണ് ഇത് പ്രതിരോധിക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കാത്തതെന്നായിരുന്നു പ്രതിപക്ഷമുയർത്തിയ പ്രധാന ചോദ്യം. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഓഗസ്റ്റ് 28-ന് മുംബൈയിൽ ദൂലെ CMST എക്സ്പ്രസിൽ വെച്ച് ഗോമാംസം കൊണ്ടുപോകുന്നു എന്നാരോപിച്ച് അഷ്റഫ് അലി സയ്യിദ് ഹുസൈൻ എന്ന വയോധികനെ സഹയാത്രികരായ ഒരു കൂട്ടം യുവാക്കൾ ആക്രമിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഇവർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും. ജൽഗാവ് സ്വദേശിയായ അഷ്റഫ് അലി സയ്യിദ് ഹുസൈൻ കല്യാണിലുള്ള മകളെ കാണാൻ പോകുന്നതിനിടെയാണ് സംഭവം. ട്രെയിൻ നാസിക് റോഡ് സ്റ്റേഷനിലെത്തിയതിനു പിന്നാലെ ഏതാനും യുവാക്കൾ സീറ്റിന്റെ പേരിൽ വയോധികനുമായി തർക്കത്തിലായി. അഷ്റഫ് അലി സയ്യിദ് ഹുസൈൻ 2 ഭരണികളിൽ മാംസം കരുതിയിരുന്നു. ഇത് ഗോമാംസമാണെന്നാരോപിച്ച് യുവാക്കൾ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. മുഖത്തടിക്കുന്നതും അപമാനിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത്.